ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞോൾസ് വേൾഡ്. ഇന്ന് ഞാൻ ഒരു കഥയുടെ മലയാളം എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കഥ കേട്ടാലോ. സ്റ്റോറിയുടെ നെയിമാണ് പോളി ദ പ്ലേഫുൾ പാരറ്റ്. ഈ ചിത്രത്തിൽ മക്കൾ എന്നാ കാണുന്നത്? ഒരു സുന്ദരിയായ ഒരു തത്തമ്മേനെ കാണില്ലേ? നല്ല പച്ച നിറത്തിലൊരു തത്തമ്മയും തത്തമ്മ ഒരു മരത്തിൻ്റെ മേലെ ഇരിക്കുക അല്ലേ? അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ആൺകുട്ടീനെയും കാണുന്നില്ലേ? ഇവരുടെ രണ്ടുപേരുടെയും കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പോളി ദ പ്ലേഫുൾ പാരറ്റ്. പോളി ഒരു നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു നല്ലൊരു തത്തമ്മക്കുട്ടിയായിരുന്നു കേട്ടോ. അവളൊരു വില്ലേജിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാം ട്രീയിലായിരുന്നു അവൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് പാട്ട് പാടാനും മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ എന്താ ചെയ്യുന്നതെന്നറിയോ? തൻ്റെ വില്ലേജിലുള്ള ആൾക്കാർ പറയുന്നത്, സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരിക്കും. എന്നിട്ട് അവർ പറയുന്ന ഓരോ വാക്കും ആ തത്തമ്മ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ആൺകുട്ടിയില്ലേ, ആ ലിറ്റിൽ ബോയ്, അവൻ്റെ പേരെന്താണെന്നറിയോ? രോഹൻ ഒരു ദിവസം ഇങ്ങനെ വളരെ സങ്കടപ്പെട്ട് ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ പോളി തത്തമ്മ ചോദിച്ചു, വൈ യു സോ സാഡ്? രോഹനോട് ചോദിച്ചു, എന്താണ് നീ ദുഃഖിച്ചിരിക്കുന്നത്? അപ്പോൾ രോഹൻ പെട്ടെന്ന് സർപ്രൈസ് ആയിപ്പോയില്ലേ. തത്തമ്മ അതേ വർത്താനം പറയുന്നില്ലേ. അപ്പോൾ രോഹൻ പറഞ്ഞു, ഐ ലോസ്റ്റ് മൈ ഫേവറേറ്റ് ടോയ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടോയ് നഷ്ടപ്പെട്ടു എന്ന്, അവൻ്റെ ടോയ് നഷ്ടപ്പെട്ടു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ പോളിക്ക് എന്താ ഇത് കേട്ടപ്പോൾ സങ്കടമായി. അവൾക്ക് അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. നമ്മുടെ പോളി തത്തമ്മ ഉണ്ടല്ലോ, രോഹനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലേജിൻ്റെ മുകളിൽ കൂടെ പറന്ന് നോക്കിയപ്പം അവൾ രോഹൻ്റെ മിസ്സായ ടോയ് കണ്ടുപിടിച്ചു. എവിടെയാണെന്നറിയാം? ആ റിവറിൻ്റെ അടുത്തായിട്ട് എന്തോ തിളങ്ങുന്നത് പോലെ നമ്മുടെ തത്തമ്മയ്ക്ക് തോന്നി. അപ്പോൾ അവൾക്ക് മനസ്സിലായി അത് രോഹൻ്റെ കാണാണ്ട് പോയ ടോയ്ക്കാറാണെന്ന്. അവൾ വേഗം രോഹൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, രോഹൻ്റെ ടോയ് കാർ പുഴേൻ്റെ സൈഡിലുണ്ടെന്നും. രോഹന് വളരെ സന്തോഷമായി. അവൻ ഓടിപ്പോയിട്ട് അവൻ്റെ ടോയ് കാർ എടുത്തു. എന്നിട്ട് പോളി തത്തമ്മേനോട് താങ്ക് യു പറഞ്ഞിട്ട് അവൻ പോയി. അന്ന് മുതൽ പോളി തത്തമ്മ ആ വില്ലേജുകാരുടെ ഫേവറേറ്റ് പാരറ്റായി. അവളെ എല്ലാവരുടെയും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ പോളി തത്തമ്മേനെ വളരെ ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും നമ്മുടെ കഥ ഇഷ്ടമായോ? നമ്മുടെ കഥയുടെ മോറൽ എന്താണെന്നറിയോ? നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുക. എപ്പോഴും നല്ല കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ജീവിക്കുക. പോളി തത്തമ്മേൻ്റെ സ്റ്റോറി ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.